CJP രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിയത്. ഇപ്പോഴതാ CJP നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനില്ലെന്ന് വ്യക്തമാക്കുകയാണ് CJP. പക്ഷേ ജനകീയ വിഷയങ്ങളിൽ ഇടപെടൽ തുടരും. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചില്ലെങ്കിലെന്താ, CJP ജനകീയ വിഷയങ്ങളുമായി മുന്നോട്ട് തന്നെയെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും സജീവമായിട്ടുണ്ട്. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന സമ്മർദ്ദ ശക്തിയായി തുടരും. മറ്റ് സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടുകളിലും സമരം ഏറ്റെടുക്കും. തുടർ സമരങ്ങൾ തീരുമാനിക്കാൻ 2 ദിവസത്തെ യോഗം അഭിജിത്ത് ദിബ്കയുടെ വസതിയിൽ തുടരുകയാണ്. സൗരവ് ദാസിന്റെ വീട്ടിലേക്ക് ഓൺലൈൻ മീഡിയ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ CJP കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയവരെ നിയമപരമായി നേരിടുമെന്നും CJP വക്താവ് അശുതോഷ് രംഗ പറഞ്ഞു. നീറ്റ് സമരത്തിന് ശേഷമുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗമാണ് മഹാരാഷ്ട്രയിൽ ചേർന്നത്. ഛത്രപതി സാംഭാജി നഗറിലെ അഭിജിത്ത് ദിബ്കയുടെ വസതിയിലായിരുന്നു യോഗം. യുവാക്കളെയും വിദ്യാർത്ഥികളെയും നേരിട്ട് കണ്ട് സംവദിക്കാൻ രാജ്യവ്യാപക പര്യടനവും തുടർ സമര പരിപാടികളും യോഗത്തിൽ ചർച്ചയായി. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വോളണ്ടിയർമാരോടും വിദ്യാർത്ഥികളോടും CJP നേതൃത്വം നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ജന്തർ മന്ദറിലെ പ്രക്ഷോഭം ജാർഖണ്ഡിലേക്ക് പടരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദിബ്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിജിത്ത് ദിബ്കയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ JPSC, JSSC റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ജാർഖണ്ഡിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് CJP പിന്തുണ അറിയിച്ചു. സമരത്തിൽ CJPയും പങ്കെടുക്കും. ജൂലൈ 29 മുതൽ റാഞ്ചിയിലെ ജയ്പാൽ സിംഗ് മുണ്ട സ്റ്റേഡിയത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അനിശ്ചിതകാല കുത്തിയിരിപ്പ് സമരം തുടരുന്നത്. JPSCയും JSSCയും നടത്തിയ റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾ CID അന്വേഷണത്തിലൂടെ വെള്ളപൂശാനാണ് JMM നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് സമരക്കാരുടെ ആരോപണം. മുൻപ് JSSC CGL ചോദ്യപേപ്പർ ചോർച്ച അന്വേഷിച്ച CID തന്നെ 180 ചോദ്യങ്ങളിൽ 135 എണ്ണത്തിൻ്റെ ഉത്തരങ്ങൾ ചോർന്നതായും 120 ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറുമായി കൃത്യമായി പൊരുത്തപ്പെട്ടതായും കണ്ടെത്തിയിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. അതിനാൽ നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയുടെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ CJPയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. 2 ദിവസമായാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ജനസയ്ക്കിഷ്ടം ഗാന്ധിയൻ സമരമുറയാണെന്ന് വ്യക്തമാക്കുകയാണ്. സഹന സമരത്തിലൂടെ വിജയം വരിച്ച CJP വരും ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുമെന്ന് വ്യക്തമാക്കിയതോടെ പല സർക്കാരുകൾക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യങ്ങൾ അയക്കും. കേരളത്തിൽ PSC സമരമടക്കം നടക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലേക്കും CJP എത്തുമോ, ജൻസികൾ ഇറങ്ങുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്.